ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായമാണ്. ഇവിടെ ശൗൽ രാജാവിൻ്റെ മകനായ യോനാഥാന് ദാവീദിനോടുള്ള സ്നേഹവും കരുതലുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നത്. അദ്ദേഹം ദാവീദിനെ തൻ്റെ മേലങ്കി ഊരി അദ്ദേഹത്തെ അണിയിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ യോനാഥാൻ വാസ്തവത്തിൽ കിരീട അവകാശിയാണ്. രാജാവായ ശൗലിൻ്റെ മകൻ രാജകുമാരനാണ്. എന്നാൽ തന്നേക്കാൾ ദൈവകൃപ ദാവീദിലുണ്ട് എന്ന് യോനാഥാൻ മനസ്സിലാക്കിയപ്പോൾ തന്നേക്കാൾ ശ്രേഷ്ഠനായി ദാവീദിനെ എണ്ണുവാനുള്ള മനോഭാവം അദ്ദേഹത്തിനുണ്ടാവുകയാണ്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ മാത്രമേ നമ്മളെക്കാൾ എളിയ നിലയിലുള്ളവരെ നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ്ലീഹായും തൻ്റെ ലേഖനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ഒരുവൻ മറ്റൊരുവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക എന്ന്. എന്നാൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശൗൽ രാജാവിന് ദാവീദിനോട് അസൂയ കൂടുകയാണ്. കാരണം ഗൊലിയാത്തിനെ കൊന്ന് മടങ്ങി വരുന്ന ദാവീദിനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും ജനങ്ങളെല്ലാം കൂടി അവനെ വലിയ വരവേൽപ്പ് കൊടുക്കുകയും അവനെ അംഗീകരിക്കുകയും ചെയ്തു. അവർ പാടി, ശൗൽ 1000 കൊന്നു, എന്നാൽ ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞ് പാടിയപ്പോൾ രാജാവും ഭരണാധികാരിയുമായിരിക്കുന്ന തന്നേക്കാൾ ശ്രേഷ്ഠനായി വെറും 17-18 വയസ്സ് പ്രായമുള്ള ഈ ദാവീദിനെ അംഗീകരിക്കുന്ന കണ്ടപ്പോൾ ശൗലിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾ വായിക്കുന്നു, അവനൊരു ദുരാത്മാവ് വരുന്നു എന്നാണ്. അസൂയ എന്ന ഒരു പാപം വരുമ്പോൾ നമ്മൾ ദുരാത്മാവ് വരും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇനിയും ദാവീദിനെ നശിപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് ശൗൽ രാജാവ് ഇവിടെ മാറുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കായീൻ്റെയും ഹാബേലിൻ്റെയും സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ജ്യേഷ്ഠ സഹോദരനായ കായേന് അനുജനായ ഹാബേലിനോട് അസൂയ തോന്നാനുള്ള കാരണം അവൻ്റെ വഴിപാടിനെ ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ്. ഹാബേലിൻ്റെ അപ്പോൾ തൻ്റെ വഴിപാടിനെ ദൈവം അംഗീകരിച്ചില്ല എന്നതിനേക്കാൾ സഹോദരൻ്റെ അംഗീകരിച്ചു എന്നുള്ളതാണ് അവനെ കൂടുതൽ അസ്വസ്ഥനാക്കിയത്. ഇന്ന് പലപ്പോഴും മനുഷ്യ ഹൃദയങ്ങളിൽ ഇങ്ങനെയുള്ളതായ ചിന്തകൾ കടന്നു വരാറുണ്ട്. അത് പൈശാചികമായൊരു വലിയ ചിന്തയാണ്. അതിനെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കേണ്ടതാണ്. തൻ്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ശൗൽ ദാവീദിനെ സംശയദൃഷ്ടിയോടെ നോക്കാൻ തുടങ്ങിയെന്നാണ്. ഇവൻ നാളെ എനിക്കൊരു ഭീഷണിയായി മാറുമോ? കാരണം ജനങ്ങളെല്ലാം അവൻ്റെ കൂടെ ആയി പോകുമോ എന്ന സംശയദൃഷ്ടിയോടെ അവനെ നോക്കാനായി ആരംഭിക്കുകയാണ്. നമ്മൾ വായിക്കുന്ന, ഒരു അശുദ്ധാത്മാവ് ശൗൽ വന്നിട്ട് അവനെ കൊട്ടാരത്തിൽ പുലമ്പിക്കൊണ്ട് നടക്കുകയാണ്. ദാവീദോ കിന്നരം വായിച്ചുകൊണ്ട് നടക്കുകയാണ്. ദാവീദ് സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നു. മറ്റവൻ ദുരാത്മാവ് ബാധിച്ച് പുലമ്പിക്കൊണ്ട് നടക്കുന്നു. ദാവീദിൻ്റെ ദൈവകൃപയ്ക്കുള്ള പ്രധാന കാരണം ഇതാണ്. അവൻ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സങ്കീർത്തനങ്ങൾ പാടി, കിന്നരം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ദാവീദിന് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ധൈര്യത്തോടെ തന്നെ ഏൽപ്പിക്കപ്പെട്ട ജോലിയിൽ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം ഇപ്പോഴും അവിടെ ജീവിക്കുന്നു. ശൗലിനത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്നും എല്ലാ തലങ്ങളിലും, സാമുദായിക തലങ്ങളിലും, സഭാതലങ്ങളിലും, രാഷ്ട്രീയ തലങ്ങളിലൊക്കെയും ഈ അസൂയ എന്നതായി പാപമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് മനുഷ്യനുണ്ടാക്കുന്നത്. അസൂയ പൂണ്ടവനായ ശൗല് ദാവീദിനെ
കൊട്ടാരത്തിൽ നിന്ന് തരം താഴ്ത്തി സഹസ്രാധിപനാക്കി മാറ്റുന്നു. 1000 പേരുടെ മേലധികാരിയും മാത്രമാക്കി അവനെ മാറ്റി. പക്ഷെ ദാവീദ് ഒരു പരിഭവമില്ല. അവിടെ ദാവീദ് ആത്മാർത്ഥതയോടെ ആ ജോലി സന്തോഷത്തോടെ അവിടെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അഭിഷേകം ചെയ്യപ്പെട്ട ദൈവാത്മാവുള്ളൊരു മനുഷ്യൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതിനുശേഷം 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശൗൽ തൻ്റെ മകളായ മേരബിനെ ദാവീദിന് ഭാര്യയായി കൊടുത്തവനെ മരുമകനാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാനതിന് യോഗ്യനല്ല, എനിക്കതിനുള്ള ഒരു യോഗ്യതയൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ പ്രലോഭിപ്പിച്ചെങ്കിലും മറ്റൊരാൾക്ക് അവളെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇളയ മകൾ മീഖൾ ദാവീദിനെ കൂടുതൽ സ്നേഹിച്ചു എന്ന് കണ്ടപ്പോൾ അവളെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ശൗൽ ഇവിടെ സന്നദ്ധനാണ്. കാരണം മേരബിൻ്റെ സ്വഭാവമായിരിക്കില്ല മീഖളിൻ്റെ. അതുകൊണ്ട് അവളെ ദാവീദിന് കൊടുക്കുവാൻ അദ്ദേഹം ഇവിടെ തയ്യാറാവുകയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, 1000 ഫെലിസ്ത്യരെ കൊന്ന് അവരുടെ അഗ്രചർമ്മം എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അപ്പോൾ ഫെലിസ്ത്യരുടെ കൈയാൽ ദാവീദ് അങ്ങ് നശിച്ചുകൊള്ളും എന്നായിരിക്കാം വിചാരിച്ചത്. പക്ഷേ ദാവീദ് പോയി 200 ഫെലിസ്ത്യരെ കൊന്ന് 200 അഗ്രചർമ്മം കൊണ്ട് കൊടുത്തു. അപ്പോൾ പിന്നെ മീഖളിനെ അവന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവിടെ നിൽക്കുന്നത്. ദൈവം അവന് അവസരങ്ങളെ കൊടുക്കുകയാണ്. ശൗൽ ദാവീദിനെ ഭിത്തിയോട് ചേർത്ത് കുന്തം ചാണ്ടി കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചത് നമ്മളിത് മുമ്പ് കണ്ടു. അവിടെ നിന്ന് അത്ഭുതകരമായി ദാവീദ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ് നമ്മൾ ഓർക്കുക. അപ്പോൾ ദൈവം അനുകൂലമായിരിക്കുന്ന ഒരു മനോഭാവത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതിനുശേഷം യോനാഥാൻ്റെ ആ മനോഭാവമാണ് ഈ അധ്യായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കിരീടാവകാശിയും ആയിരിക്കുന്ന യോനാഥാന് അവനിൽ ദൈവാത്മാവുണ്ട്. അതുകൊണ്ട് അവന് ദാവീദിനെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. അവനൊരു ആട്ടിടയ ബാലൻ മാത്രമായിരുന്നിരിക്കാം, പക്ഷെ അവനെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും തൻ്റെ മേലങ്കി ഊരി അവനെ അണിയിക്കാനൊക്കെ സാധിക്കണമെങ്കിൽ എന്തോരം വലിയ ദൈവകൃപയുള്ള മനുഷ്യനാണ് യോനാഥാൻ എന്ന്. അപ്പനും മകനുമാണ് ശൗലും യോനാഥാൻ. രണ്ടുപേരുടെയും 2 സ്വഭാവമാണ്. അപ്പൻ അസൂയക്കാരനും ആണെങ്കിൽ മകൻ വിശാല ഹൃദയമുള്ളവനായിട്ട് മാറുകയാണ്. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് അപ്പോസ്തലർ 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ ബർന്നബാസും ശൗലും എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. ബർന്നബാസാണ് ശൗലിനേക്കാൾ പ്രായം കൂടിയ ആളും ഒക്കെ. പക്ഷെ അതിൻ്റെ ഒരു 42-ാം വാക്യം വരുമ്പോഴത്തേക്കും പൗലോസും ബർന്നബാസുമായി മാറുന്നു. പിന്നെ പൗലോസിനാണ് അവിടെ മുഖ്യ പ്രാമുഖ്യം ലഭിക്കുന്നത്. ബർന്നബാസിന് യാതൊരു പരിഭവമില്ല. പൗലോസിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. പ്രിയമുള്ളവരെ, ഈ സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, അംഗീകാരത്തിൻ്റെ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മാത്രമേ അസൂയയും വെറുപ്പും വിദ്വേഷവും പകയൊക്കെ മാറി സ്നേഹവും സൗഹൃദവും നമ്മുടെ ജീവിതത്തിലുണ്ടാവുകയുള്ളൂ. പ്രകാരം ഒരു ജീവിതം നയിക്കാൻ ഇവരുടെ ഈ യോനാഥാൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം നമ്മിൽ ഇടപെടുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.